കോഴിക്കോട് ഡിഎംഒ ആയി ഡോക്ടർ രാജേന്ദ്രനെ തുടരാം. സ്റ്റേ ഓർഡർ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവ്. സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഒരു ഓഫീസിൽ തന്നെ രണ്ട് ഡിഎംഒമാർ തുടരുന്നത് അല്ലെങ്കിൽ ആ കസേരകൾ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ കോടതി ഉത്തരവ് ആർക്ക് അനുകൂലമാണ്? ദിവ്യ, ഈ നിലവിൽ നേരത്തെ ഡിഎംഒ ആയിരുന്ന ഡോക്ടർ രാജേന്ദ്രന് ഡിഎംഒ ആയി തുടരാമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവാണ്. അതായത് നേരത്തെ ഈ സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ നൽകിയ ഹർജി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ആ സ്റ്റേ ഓർഡർ നിലനിൽക്കുമെന്നാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഈ 9/12 ഈ ഡിഎംഒമാർക്ക് സ്ഥലം മാറ്റ ഉത്തരവ് സംബന്ധിച്ചുള്ള ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പ് എന്താണോ തൽസ്ഥിതി അത് തുടരാനാണ് ഏകദേശം ഒരു മാസത്തേക്ക് അക്കാര്യം അതേ തൽസ്ഥിതി തുടരാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനകം സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും തൽക്കാലം ഡോക്ടർ രാജേന്ദ്രന് ഡിഎംഒ ആയി തന്നെ തുടരാമെന്നുള്ളതാണ് ഈ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ കണ്ണൂർ ഡിഎംഒ ആയിട്ടുള്ള ഡോക്ടർ പീയൂഷ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ഡിഎംഒ ആയിരുന്ന ഡോക്ടർ രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ DHSൽ ഉള്ള ഡോക്ടർ ജയശ്രീ, ഈ 3 പേരുടെ സ്ഥലമാറ്റ ഉത്തരവ് സംബന്ധിച്ച് ഈ 3 പേരാണ് കോടതിയെ സമീപിച്ചത്. മൊത്തം 7 പേർക്കായിരുന്നു നേരത്തെ സ്ഥലമാറ്റ ഉത്തരവ് ഉണ്ടായിരുന്നത്. അതിൽ ഈ 3 പേരും ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ നിലനിൽക്കെ ഈ വീണ്ടും ഇങ്ങനെ ഒരു സ്ഥലമാറ്റ ഉത്തരവ് അനുവദിച്ചിട്ടുള്ളത് സ്റ്റേ ചെയ്യണമെന്നതുൾപ്പെടെയുള്ളതായിരുന്നു ആവശ്യം. എന്തായാലും ഈ സ്റ്റേ ഓർഡർ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതോടുകൂടി നിലവിലെ നേരത്തെ ഡിഎംഒ ആയിരുന്ന ഡോക്ടർ രാജേന്ദ്രന് കോഴിക്കോട് ഡിഎംഒ ആയി തുടരാമെന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ്. കസേരകളിയിലാണ് ഇപ്പോൾ നിർണായകമായ തീരുമാനം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കോഴിക്കോട് ഡിഎംഒയായി ഡോക്ടർ രാജേന്ദ്രന് തുടരാം. സ്റ്റേ ഓർഡർ നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.